നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രഡക്ഷൻ ടു വേർഡ് പ്രോസസ്സേഴ്സ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൽ ഫോർമാറ്റിംഗ് എ ഡോക്യുമെൻ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർമാറ്റിംഗ് എന്ന ഡോക്യുമെൻ്റ്. ഒരിക്കൽ കൂടി എൻ്റെ മൈ ഇ സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ക്യാരക്ടർ ഫോർമാറ്റിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, പേജ് ഫോർമാറ്റിംഗ്. ഈ രണ്ട് ഫോർമാറ്റിംഗ് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് നോക്കാം. പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതിൽ മെനു എന്ന് പറയുന്നത് ഫോർമാറ്റ് മെനുവിലെ പാരഗ്രാഫ് എന്നുള്ള സബ് മെനുവിലാണ്. ഇപ്പോൾ നമ്മൾ ഈ റൈറ്റർ ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വി ഹാവ് ഫോർമാറ്റ് മെനു, അതിനകത്ത് പാരഗ്രാഫ് ഫോർമാറ്റ്. സോ ഫോർമാറ്റ് മെനുവിലെ പാരഗ്രാഫ് ഫോർമാറ്റ് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാരഗ്രാഫിനെ ഫോർമാറ്റ് ചെയ്യുക. സോ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് പാരഗ്രാഫ് ഫോർമാറ്റിൽ നമുക്ക് 3-4 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പാരഗ്രാഫ് അലൈൻമെൻറ്റ്, പാരഗ്രാഫിൻ്റെ ഇൻഡൻറ്റേഷൻ, ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ, ദെൻ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്നുള്ള ഒരു സംഭവം. ഇത്രയും കാര്യങ്ങൾ 4 സംഭവങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പാരഗ്രാഫ് അലൈൻമെൻറ്റ് നമുക്കറിയാം ഒരു പാരഗ്രാഫ് ലെഫ്റ്റായിട്ട് അലൈൻ ചെയ്യുക, റൈറ്ററായിട്ട് അലൈൻ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ അലൈൻ ചെയ്യുക. പ്രധാനമായിട്ട് പാരഗ്രാഫിന് 2 അലൈൻമെൻറ്റ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്സ് ആണ്. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യൽ, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്സ്. മറ്റൊന്നാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്സ്. തിരശ്ചീനമായിട്ടും നമുക്ക് എന്താ പറയുക, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കുത്തനെയും നമുക്ക് എന്ത് ചെയ്യാം, അലൈൻ ചെയ്യാൻ പറ്റും. ഈ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ടേബിളിലെ സെല്ലുകളിൽ മാത്രമാണ് ചെയ്യാറുള്ളത്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ടേബിൾ സെൽസിലാണ് നമ്മൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ചെയ്യുക. സാധാരണഗതിയിലുള്ള അലൈൻമെൻറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ് പാരഗ്രാഫ് അലൈൻമെൻറ്റ് നോക്കാം. വീണ്ടും പറയുന്നു, 2 ടൈപ്പ് അലൈൻമെൻറ്റ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും മറ്റൊന്ന് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഇതിനകത്ത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ലെഫ്റ്റ് അലൈൻ ചെയ്യുക, റൈറ്റ് അലൈൻ ചെയ്യുക, സെൻറ്റേർഡ് ആയിട്ട് അലൈൻ ചെയ്യുക. പാരഗ്രാഫിനെ ജസ്റ്റിഫൈഡ് ആയിട്ട് അലൈൻ ചെയ്യുക. അലൈൻ ലെഫ്റ്റ്, അലൈൻ റൈറ്റ്, സെൻറ്റേർഡ് ആൻഡ് ജസ്റ്റിഫൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് നോക്കല്ലേ നമ്മൾ. ലെഫ്റ്റ് അലൈൻമെൻറ്റ് പറഞ്ഞാൽ അലൈൻ ദ പാരഗ്രാഫ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മാർജിൻ. ദിസ് ഈസ് ദ ഡിഫോൾട്ട് അലൈൻമെൻറ്റ്. സാധാരണഗതിയുള്ള അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. പാരഗ്രാഫിനെ ലെഫ്റ്റ് മാർജിനോട് ചേർത്ത് വെക്കുന്നതിനാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. റൈറ്റ് മാർജിനോട് ചേർത്ത് വെക്കുന്നതിനാണ് റൈറ്റ് അലൈൻമെൻറ്റ്. പാരഗ്രാഫിനെ ലെഫ്റ്റിനും റൈറ്റിനും ഇടയ്ക്ക് സെൻറ്ററായിട്ട് വെക്കുന്നതിനാണ് സെൻറ്റേർഡ് അലൈൻമെൻറ്റ്. ജസ്റ്റിഫൈഡ് എന്താണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നത് പാരഗ്രാഫ് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പാരഗ്രാഫ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ലെറ്റ് us കൺസിഡർ ദിസ് പാരഗ്രാഫ്. ഒരു കാര്യം ചെയ്യുക, ഈ പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടാം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ വിൽ മേക്ക് ഇറ്റ് സം 18. ഓക്കെ, ഈ പാരഗ്രാഫ് ലെഫ്റ്റ് അലൈൻമെൻറ്റ്. ഞാൻ ഈ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തു. എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാരഗ്രാഫാണ് ചെയ്യണമെങ്കിൽ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യണം, ടെക്സ്റ്റിനെയാണ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് ബട്ടൺസ് ഉണ്ട്. ഇപ്പോൾ സെൻറ്റർ അലൈൻഡായി, ഇത് റൈറ്റ് അലൈൻഡായി. മനസ്സിലായോ? അപ്പോൾ ടെക്സ്റ്റിന് മൊത്തം റൈറ്റ് അലൈൻ ചെയ്തു. ഇവിടെയാണ് ഗ്യാപ്പ് വരിക, ഈ ഭാഗത്ത് സ്പേസ് വരും. ഇത് ലെഫ്റ്റ് അലൈൻ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് നല്ല പിന്നെ വളരെ ക്ലിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. റൈറ്റ് സൈഡിൽ സ്പേസൊക്കെ അധികം വരുന്ന സ്പേസൊക്കെ റൈറ്റ് സൈഡിൽ വരും. ഇത് ലെഫ്റ്റ് അലൈൻ, ഇത് സെൻറ്റർ. പിന്നെ ടെക്സ്റ്റിന് സെൻറ്ററായിട്ട് പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഒറ്റ ലൈനുള്ള ടെക്സ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഹലോ ഹായ് എന്നുള്ള ഒരു ടെക്സ്റ്റ്, ഇതിപ്പോൾ ഒരു സിംഗിൾ പാരഗ്രാഫാണ്. കാരണം പാരഗ്രാഫ് എങ്ങനെ ജനറേറ്റ് ചെയ്യണത്, നമ്മളൊരു ലൈൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ഓട്ടോമാറ്റിക് ആ ലൈൻ മാത്രം ഒരു പാരഗ്രാഫായിട്ട് മാറും. അപ്പോൾ കുറേ ലൈൻസ് ഉണ്ടെങ്കിൽ അവസാനം എൻ്റർ അടിക്കുമ്പോഴാണ് അതൊരു പാരഗ്രാഫായിട്ട് മാറുക, അല്ലേ? അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയാണ്. അപ്പോൾ ഇതിങ്ങനെ ടൈപ്പ് ചെയ്തു അല്ലേ, ഇതിപ്പോഴൊന്നും പാരഗ്രാഫ് ആയിട്ടില്ല. ഞാൻ എൻ്റർ അടിച്ചില്ലേ, ഇത് ഓട്ടോമാറ്റിക് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നതാണ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ. ഇനി ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊരു പാരഗ്രാഫായിട്ട് മാറുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ടെക്സ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത പാരഗ്രാഫാവും. അങ്ങനെയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇവിടെ ഹലോ ഹായ് എന്ന് മാത്രം കൊടുത്തു, ഹായ് എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് അപ്പോൾ ഇത് മാത്രം ഒരു പാരഗ്രാഫ്. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കുക. ഉണ്ടോ, സെൻറ്ററിലായി, റൈറ്റ് അലൈൻ ചെയ്തു, ലെഫ്റ്റ് അലൈൻ ചെയ്തു,
സെൻറ്റർ അലൈൻ ചെയ്തു, റൈറ്റ് അലൈൻ ചെയ്തു. ഇപ്പം മനസ്സിലായല്ലോ എന്താണ് ഈ പിന്നെ റൈറ്റ് ലെഫ്റ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ഈ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് എടുക്കുക. ഇതിപ്പോൾ സെൻറ്റർ അലൈൻഡ് ആണ്, ഇത് സെൻറ്റേർഡ് അലൈൻഡ് ആണ്. ഇനി ലെഫ്റ്റിലേക്ക് മാറ്റി ഇങ്ങനെ വരും, റൈറ്റിലേക്ക് മാറ്റി ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് റൈറ്റ്. ഇപ്പോൾ സ്പേസ് എവിടെ ഇട്ടുന്നു എന്നുള്ള ലെഫ്റ്റ് അലൈൻ ചെയ്താൽ അധികമുള്ള സ്പേസ് റൈറ്റ് സൈഡിൽ പോകും. സെൻറ്റർ അലൈൻ ചെയ്താൽ സ്പേസ് രണ്ട് ഭാഗത്തേക്കും പ്ലേസ് ചെയ്യും, ടെക്സ്റ്റിനെ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യും അല്ലേ. അതുപോലെ റൈറ്റ് അലൈൻ ചെയ്താൽ സ്പേസൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും, അധികമുള്ള സ്പേസൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരും. ഇനി മറ്റൊരു സംഭവമാണ്, ഇത് ലെഫ്റ്റ് അലൈനാണ്. ജസ്റ്റിഫൈഡ് എന്നുള്ളത് എന്താണ്? ജസ്റ്റിഫൈഡ്. ഇപ്പോൾ നമ്മളിത് മൂന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളതാണ് എന്താണ്? സെൻറ്റേർഡുമായി ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിഫൈഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതാണ് ഈ ബട്ടൺ കണ്ടല്ലേ ഇവിടെ, ഈ ജസ്റ്റിഫൈഡ് ഈ ബട്ടൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്യണേ. ഇപ്പം എന്താ സംഭവിക്കണത്? ഈ ലെഫ്റ്റ് മാർജിൻ്റെ അടുത്ത് ടെക്സ്റ്റ് എല്ലാം അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. റൈറ്റ് മാർജിൻ എടുത്തു കഴിഞ്ഞാലും പിന്നെ വിടവൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അധികം വരുന്ന സ്പേസ് എവിടെ നിന്നോ, അധികമുള്ള സ്പേസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്, ഓക്കെ, ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്, ടെക്സ്റ്റിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അധികമുള്ള സ്പേസ് എന്ത് ചെയ്തു, ഇതിനകത്ത് ഈ വേർഡ്സിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജസ്റ്റിഫൈഡ്. ശ്രദ്ധിക്കുക, നമ്മളിതിനെ ലെഫ്റ്റ് അലൈൻ ചെയ്യുക. ലെഫ്റ്റ് അലൈൻ ചെയ്യുമ്പോൾ നോക്കിക്കോ, ഒറ്റ നോട്ടത്തിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് പോലെ തോന്നും, പക്ഷേ ലെഫ്റ്റ് അലൈനും റൈറ്റ് അലൈനും സംഭവിക്കുന്നുണ്ട് ഇവിടെ. കണ്ടോ, റൈറ്റ് മാർജിനും അടുത്തും എല്ലാ വേർഡ്സും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതാണ്, ലെഫ്റ്റ് മാർജിനും അടുത്തും വേർഡ്സ് എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതാണ്. ഇത് ലെഫ്റ്റ് അലൈൻ ചെയ്യുകയാണെങ്കിലോ, കണ്ടോ, ലെഫ്റ്റ് അലൈൻ ചെയ്തപ്പോൾ ഇവിടെ സ്പേസ് വന്നു, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് സ്പേസ് വന്നു. റൈറ്റ് അലൈൻ ചെയ്യുകയാണെങ്കിലോ ഈ ഭാഗത്ത് സ്പേസ് വന്നു അല്ലേ. പക്ഷേ ജസ്റ്റിഫൈഡ് ആകുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ സ്പേസസ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിനാണ് സ്പേസസ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് സ്പേസസ് ഈവനായിട്ട്, അത് ഈവനായിട്ട് പറഞ്ഞാൽ തുല്യമായിട്ട് എല്ലായിടത്തുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് പിന്നെ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പിന്നെ അലൈൻമെൻറ്റാണ് ഈ ജസ്റ്റിഫൈഡ് എന്നുള്ള അലൈൻമെൻറ്റ്. പലപ്പോഴും ഉപയോഗിക്കുന്ന, നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന രണ്ട് അലൈൻമെൻറ്റാണ്, ഒന്ന് ലെഫ്റ്റ് അലൈൻമെൻറ്റും മറ്റൊന്ന് ജസ്റ്റിഫൈഡും. റെയറായിട്ട് നമ്മൾ സെൻറ്റേർഡ് ചില കാര്യങ്ങളിൽ മാത്രം സെൻറ്റേർഡ് യൂസ് ചെയ്യും, ചില സമയം ഹെഡിങ് ടൈറ്റിലൊക്കെ കൊടുക്കുമ്പോൾ സെൻറ്റേർഡ് യൂസ് ചെയ്യും. റൈറ്റ് അലൈൻമെൻറ്റ് പിന്നെ വളരെ വ്യത്യസ്തമായിട്ട് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പൊതുവെ റൈറ്റ് അലൈൻമെൻറ്റ്. അല്ലെങ്കിൽ ലാംഗ്വേജ് മാറുമ്പോൾ, ഇപ്പോൾ അറബിക്ക് പോലെയുള്ള ലാംഗ്വേജ് വരുമ്പോൾ റൈറ്റ് അലൈൻമെൻറ്റാണ് ഭംഗി ഉണ്ടാവുക. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു നോക്കുക. എന്താണ് ലെഫ്റ്റ് അലൈൻ ദ പാരഗ്രാഫ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മാർജിൻ. പാരഗ്രാഫിന് ലെഫ്റ്റ് മാർജിനിലേക്ക് അസൈൻ ചെയ്യുക. ഇതാണ് ഡീഫാൾട്ട് അലൈൻമെൻറ്റ്. റൈറ്ററിലെ ഡീഫാൾട്ട് അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആണ്. ഡീഫാൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അലൈൻമെൻറ്റും കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് വരുന്ന അലൈൻമെൻറ്റ്. ഡീഫാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നത് ഏതാണോ അതാണ് ഡീഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് അലൈൻ. മറ്റൊന്ന് റൈറ്റ് അലൈനാണ്. അലൈൻ ദ പാരഗ്രാഫ് ടു ദ റൈറ്റ് ഓഫ് ദ മാർജിൻ. പാരഗ്രാഫിനെ മാർജിൻ്റെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യുക. മൂന്നാമത്തേത് സെൻറ്റേർഡ്. അലൈൻ ദ പാരഗ്രാഫ് ടു ദ മിഡിൽ ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. ലെഫ്റ്റും റൈറ്റും മാർജിൻ്റെ ഇടയ്ക്ക് സെൻറ്ററിലായിട്ട് പാരഗ്രാഫിനെ അലൈൻ ചെയ്യുക. മറ്റൊന്നാണ് ജസ്റ്റിഫൈഡ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്ലേസ് ദ പാരഗ്രാഫ് ടെക്സ്റ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. പാരഗ്രാഫിനെ ലെഫ്റ്റ് മാർജിനും റൈറ്റ് മാർജിനും ഇടയ്ക്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അധികമുള്ള സ്പേസ് വേർഡുകൾക്കിടയിൽ കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയൊക്കെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നിർത്തുന്ന സംഭവമാണ് ജസ്റ്റിഫൈഡ്. ലെഫ്റ്റും അലൈൻ ചെയ്തിട്ടുണ്ടാവും, റൈറ്റും അലൈൻഡ് ആയിരിക്കും, ഇടയ്ക്കുള്ള സ്പേസസൊക്കെ ഈ വേർഡ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് പറഞ്ഞത് പ്ലേസ് ദ പാരഗ്രാഫ് ടെക്സ്റ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ. ടെക്സ്റ്റ് റൈറ്റ് മാർജിനും ലെഫ്റ്റ് മാർജിനും ഇടയ്ക്ക് തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അങ്ങനെയുള്ള അലൈൻമെൻറ്റാണ് ജസ്റ്റിഫൈഡ്. നൗ നമ്മൾ പറഞ്ഞല്ലോ പാരഗ്രാഫ് അലൈൻമെൻറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ലെഫ്റ്റ് അലൈന്, റൈറ്റ് അലൈന് അല്ലേ, സെൻറ്റേർഡ്, ജസ്റ്റിഫൈഡ്. ഇനി ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിന് പകരം വേറെ അലൈൻമെൻറ്റ് കൂടി ഉണ്ട്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഇത് പക്ഷേ ഈ ടേബിളിനകത്തുള്ള പാരഗ്രാഫിൽ അത് ചെയ്യൽ.
ടേബിളിനകത്ത് സംഭവിക്കുന്ന ഒരു അലൈൻമെൻറ്റാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. അപ്പോൾ നോക്കാം നമുക്ക് ടേബിളിനകത്ത് എങ്ങനെയാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് കൊടുക്കാമെന്ന്. ഉദാഹരണം അപ്പം ഇവിടെ ഒരു ടേബിൾ ഡ്രോ ചെയ്യാണ്. ടേബിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ടേബിൾ കൊടുക്കുന്നു. ഒരു 3x3 ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഈ ടേബിളിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ടേബിൾ പ്രോപ്പർട്ടീസ് പോയിട്ട് നമുക്കിതിന് ബോർഡർ കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും കേട്ടോ. ടേബിൾ ക്രിയേറ്റ് ചെയ്യണതും അതിന് ബോർഡർ കൊടുക്കണമൊക്കെ വിശദമായിട്ട് പഠിക്കും. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഞാൻ ഈ രണ്ട് സെല്ലിനെ ഞാനിവിടെ മെർജ് ചെയ്യുക. സെല്ലുകളെ മെർജ് ചെയ്യുക പറഞ്ഞാൽ ഒറ്റ സെല്ലായിട്ട് മാറും. അപ്പോൾ ഈ രണ്ട് സെല്ലും കൂടി ഒറ്റൊന്നാവും. അപ്പോൾ ഇതൊന്ന് കണ്ട് നിങ്ങൾ പെട്ടെന്ന് പറയുന്നോ എന്നുള്ള പേടിക്കേണ്ട. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ടേബിളിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഞാൻ തൽക്കാലം ഇതൊക്കെ ചെയ്യുന്നത് ടേബിളിലുള്ള ലെഫ്റ്റ് അലൈനും റൈറ്റ് അലൈനും ഒക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ടേബിളിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് ലെഫ്റ്റ് അലൈനാണ്. ഇത് വേണമെങ്കിൽ എനിക്ക് സെൻറ്റർ ആക്കാം, റൈറ്റ് അലൈൻ ചെയ്യാം, സെൻറ്റർ ആക്കാം, ലെഫ്റ്റ് അലൈൻ ചെയ്യാം. ഇനി ആ ഹായ് ഞാൻ ഇവിടെ ഹോയ് എന്ന് കൊടുത്ത് ഹോയ്. ഓക്കെ, ഇതിനെ എനിക്ക് സെൻറ്റർ ആക്കാം, റൈറ്റ് അലൈൻ ചെയ്യാം, ലെഫ്റ്റ് അലൈൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കിലൂടെ ഒന്ന് കൊണ്ടുവരണം. അതായത് ഇവിടെ ഏകദേശം ഇവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ ഒരു കാര്യം കൂടി ചെയ്യണം, ഈ സെല്ലും കൂടി ഞാൻ മെർജ് ചെയ്യണേ. കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. ഈ സെല്ലും കൂടി ഞാൻ മെർജ് ചെയ്യണം, ഒറ്റ സെല്ലാക്കി ഈ 3 സെല്ല്. എനിക്കൊരു കാര്യം ചെയ്യണം, ഈ കണ്ടൻറ് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ ഈ കർസർ നിൽക്കണം ഇവിടെ. എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ എനിക്ക് ഈ കണ്ടൻറ് ഇവിടെ വെക്കണം, ബോട്ടം ഇവിടെ വെക്കണം. എങ്ങനെ സാധിക്കും? ഇപ്പോഴുള്ള കേസിൽ ഇത് നോക്കിയോ, ഇത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റാണ്. ഇതെവിടെ മുകളിൽ മാത്രമേ വരുള്ളൂ, താഴോട്ടോ മിഡിലേക്കോ വരില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, എനിക്കിത് ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. എവിടെ? ഞാൻ എൻ്റെ കർസർ നിൽക്കുന്ന ഈ ഭാഗത്ത് പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് എന്ത് ചെയ്യണം, ടേബിൾ പ്രോപ്പർട്ടീസിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. ടേബിളിൽ ടെക്സ്റ്റ് ഫ്ലോയിലേക്ക് വരിക. എവിടെയാണ്? ടെക്സ്റ്റ് ഫ്ലോയിലേക്ക് വരിക. ടെക്സ്റ്റ് ഫ്ലോയിലേക്ക് കണ്ട ഇവിടെ കാണാൻ ഒരു അലൈൻമെൻറ്റ്. ഈ ഭാഗത്ത് ഈ അലൈൻമെൻറ്റ് കണ്ട വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് കണ്ടില്ലേ? ഇത് നമുക്ക് 3 ഇപ്പോൾ ഉള്ള ഡീഫാൾട്ട് ടോപ്പാണ്. നമ്മൾ കണ്ടല്ലോ ആ ടെക്സ്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ആ ടെക്സ്റ്റ് നിൽക്കുന്നത് എവിടെയാണ്? ടോപ്പിലാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നത് അല്ലേ? ആ ടെക്സ്റ്റ് ഓൾറെഡി നിൽക്കുന്നത് ഇവിടെ ടോപ്പിലാണ്. ടോപ്പ് വേണമെങ്കിൽ ലെഫ്റ്റ് ആക്കാം അല്ലേ? ലെഫ്റ്റ് ആക്കാം. നമുക്കിവിടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിളിലെ പ്രോപ്പർട്ടീസിൽ പോകുന്നു. എവിടെ പോകുന്നു? ടേബിളിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തും പോവാം, ടേബിൾ പ്രോപ്പർട്ടീസിൽ പോവാം. ഈ ടെക്സ്റ്റ് ഫ്ലോ എന്നുള്ള ടാബ്, കുറേ ടാബുകളുണ്ടല്ലോ അവിടെ, അതിനകത്ത് എന്തെടുക്കുക, ടെക്സ്റ്റ് ഫ്ലോ എന്നുള്ള ടാബ് എടുക്കുക. അലൈൻമെൻറ്റ് ഇവിടെ ടോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് സെൻറ്റേർഡ് എന്ന് കൊടുക്കുക. എവിടെ കൊടുത്തു? വെർട്ടിക്കൽ അലൈൻമെൻറ്റ് സെൻറ്റേർഡ് ആക്കി. അഥവാ മിഡിലിനാണ് സെൻറ്റേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിഡിൽ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക, സെൻറ്റേർഡ്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നോക്കി എവിടെ എത്തി? ലെഫ്റ്റ് സൈഡിൽ മിഡിലെത്തി അല്ലേ? സെൻറ്ററിലെത്തി. എനിക്ക് എവിടെ എത്തിക്കണം? ഇവിടെ എത്തിക്കണം. ഇനി എന്ത് ചെയ്യണം? ഇതിനെ സെൻറ്റർ അലൈൻ ചെയ്യുക. അപ്പോൾ 2 അലൈൻമെൻറ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് സെൻറ്റർ ചെയ്തു, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് സെൻറ്റർ ചെയ്തപ്പോഴാണ് ഇതിവിടെ എത്തിയത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നമ്മളെ ടെക്സ്റ്റ് ഇവിടെയാണുള്ളത്. നമ്മളിതിനെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്താൽ ഇവിടെ വരും. ഇനി അപ്പോൾ ഹൊറിസോണ്ടലിൽ സെൻറ്ററായി. ഇനി വെർട്ടിക്കലിൽ ഇവിടെ എത്തിക്കണം, ഈ സെൻറ്ററിലെത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ടേബിളിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ടേബിൾ പ്രോപ്പർട്ടീസ് കിട്ടും. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ടേബിൾ പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പോൾ ഇവിടെ കുറേ ടാബ് ഉണ്ട്, അതിൽ ടെക്സ്റ്റ് ഫ്ലോ എടുക്കുക. ടെക്സ്റ്റ് ഫ്ലോയിൽ അലൈൻമെൻറ്റ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക? സെൻറ്റേർഡ് എന്ന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ എന്ന് വരും. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ ഇത് താഴെ ഇവിടെ വരണം എന്ന് വിചാരിക്കുക, താഴെ ഇവിടെ. അപ്പോൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഇവിടെ വരണം, ഇവിടെ വരണം. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ബോട്ടം വരണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടേബിൾ പ്രോപ്പർട്ടീസിൽ പോവുക. എന്നിട്ട് അലൈൻമെൻറ്റ് സെൻറ്റേർഡിന് പകരം എന്ത് ചെയ്യുക? ബോട്ടം എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വേണ്ട, ഇവിടെ വന്നു ബോട്ടം സെൻറ്റേർഡ്. അപ്പോൾ ഇത് വെർട്ടിക്കൽ അലൈൻമെൻറ്റും ഇത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും. ഇപ്പോൾ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് കൊടുത്താൽ ഇങ്ങോട്ട് വരും, സെൻറ്റർ കൊടുത്താൽ ഇവിടെ വരും, പിന്നെ
റൈറ്റ് കൊടുത്താൽ ഇങ്ങനെ വരും അല്ലേ. ഇത് ഹൊറിസോണ്ടൽ അലൈൻമെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെയാണ് ചേഞ്ചസ് വരുന്നത് ഹൊറിസോണ്ടൽ. എനിക്ക് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് കിട്ടണമെങ്കിൽ എനിക്ക് ഈ ടെക്സ്റ്റിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കർസർ നിൽക്കുന്ന ഇവിടെ എൻ്റെ ഈ മൗസ് കർസർ ഞാൻ ഇപ്പം മൂവ് ചെയ്യണില്ല, ഇവിടെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടേബിൾ പ്രോപ്പർട്ടീസ് പോവുക, എന്ത് ചെയ്യുക? വെർട്ടിക്കൽ അലൈൻമെൻറ്റിനെ നമ്മൾ സെൻറ്റേർഡ് എന്ന് കൊടുക്കുക, സെൻറ്റേർഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതാ ഇവിടെ വന്നു അല്ലേ. ഇനി ഇതിനെങ്ങോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അലൈൻമെൻറ്റ് വേണം. ഇപ്പോൾ 2 അലൈൻമെൻറ്റ് ഉണ്ട്. ഒന്ന് ഇങ്ങനെയുള്ള അലൈൻമെൻറ്റ്, ഏത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അലൈൻമെൻറ്റ്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, അത് നമുക്ക് ഇങ്ങനെ മാറ്റാം. താഴെയും മുകളിൽ ആക്കണമെങ്കിൽ ഇപ്പം മുകളിൽ ഇപ്പോൾ ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ മാറ്റണമെങ്കിൽ, ഈ മാറ്റം വരുത്തണമെങ്കിൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റും ഈ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും ചെയ്യാം. ഈ ചേഞ്ചസ് വരുത്ത ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, ഈ ചേഞ്ചസ് ഈ ഡയറക്ഷനിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റും ചെയ്യാം. സോ അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പിന്നെ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്സിൻ ടേബിൾ. എങ്ങനെ ചെയ്യാം? 3 അലൈൻമെൻ്റ് ഉണ്ട്. ടോപ്പ് ഉണ്ട്, ബോട്ടം ഉണ്ട്, മിഡിലുണ്ട്. ഓക്കെ. അപ്പോൾ ടോപ്പ് ഈ ടെക്സ്റ്റ് ഇൻ ദ സെൽ ഈസ് അലൈൻ എറ്റ് ദ ടോപ്പ്. ഓക്കെ. സെല്ലിലെ ടെക്സ്റ്റ് ടോപ്പിലേക്ക് അലൈൻ ചെയ്യും. അതുപോലെ ബോട്ടം, ടെക്സ്റ്റ് ഇൻ ദ സെൽ ഈസ് അലൈൻ ടു ദ ബോട്ടം അറ്റ് ദ ബോട്ടം ഓഫ് ദ സെല്ലിലെ ബോട്ടം താഴെ ഭാഗത്ത് ഈ ടെക്സ്റ്റ് അലൈൻ ചെയ്യും അല്ലേ. അതുപോലെ പിന്നെ എന്ത് ചെയ്യും? മിഡിലാവുമ്പോൾ ടെക്സ്റ്റ് ഇൻ ദ സെൽ ഈസ് അലൈൻ അറ്റ് ദ മിഡിൽ ഓഫ് ദ സെൽ, സെല്ലിൻ്റെ മിഡിലിൽ വരും. അപ്പോൾ സെല്ലിൻ്റെ മിഡിലേക്ക് വരുത്താം അല്ലേ, സെല്ലിൻ്റെ മിഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സെല്ലിൻ്റെ മിഡിലാണ് ഈ കാണുന്നത്. അതിലേക്ക് ഇങ്ങനെ ടോപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരാം, അല്ല ഇവിടെ ബോട്ടം. ഈ അലൈൻമെൻറ്റാണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഇപ്പോൾ ഈ ഇതിപ്പോൾ ബോട്ടാണ്. ഇനി ഒന്നുകൂടെ പറയണേ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇതിനെ ഞാൻ ടോപ്പ് അലൈൻ ചെയ്തു. അപ്പോൾ ടോപ്പ് അലൈൻ ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് കണ്ട, ഇവിടെ വന്നു. ഇനി ഞാനിതിനെ ബോട്ടം അലൈൻ ചെയ്യാണ്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് മാറ്റുന്നത് ബോട്ടം അലൈൻ ചെയ്യാണ്. ഇതാ ബോട്ടം അലൈൻമെൻറ്റ് കൊടുത്തു. ഇതാ ഇവിടെ വന്നു. ഇനി അതിനെ സെൻറ്റേർഡ് അലൈൻ ചെയ്യാണ്. ഓക്കെ, ഡൺ. സോ ദിസ് ഈസ് വാട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഇനി ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റോ? ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. കണ്ടോ? സെൻറ്റർ, ഇത് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്. നേരത്തെ കാണിച്ചത് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഓക്കെ, ഫൈൻ. നൗ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ ഈ അലൈൻമെൻറ്റ്, പാരഗ്രാഫ് അലൈൻമെൻറ്റ് രണ്ടും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും പഠിച്ചു, വെർട്ടിക്കൽ അലൈൻമെൻറ്റും പഠിച്ചു. ഇനി പാരഗ്രാഫിൻ്റെ ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പാരഗ്രാഫ് ഇൻഡൻറ്റേഷൻ. എന്താണ് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ദ ഇൻഡൻറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ബൗണ്ടറീസ് ആൻഡ് പേജ് മാർജിൻ. ടെക്സ്റ്റ് ബൗണ്ടറിയും പേജ് മാർജിൻ തമ്മിൽ ഇടയ്ക്കുള്ള സ്ഥലത്തിനെയാണ്, ടെക്സ്റ്റ് ബൗണ്ടറിയും പേജ് മാർജിൻ ഇടയ്ക്കുള്ള സ്ഥലത്തിനെയാണ് ഈ ഇൻഡൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലം ഈ ടേബിൾ കളയുന്നത്. ടേബിൾ വേണ്ട, എനിക്ക് എന്ത് ചെയ്യുക? ടേബിളിൽ പോയിട്ട് എനിക്ക് ടേബിളിനെ ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പിന്നെ പഠിക്കും. ടേബിളിനെ ഡിലീറ്റ് ചെയ്തു, എനിക്ക് ടേബിൾ വേണ്ട. ഇനി നമ്മൾ വീണ്ടും പാരഗ്രാഫിലേക്ക് തിരിച്ചു വരണം. ഓക്കെ, എൻ്റെ സൈസൊക്കെ നോർമലൈസ് ചെയ്യുന്നു. എല്ലാവരും 18 കൊടുക്കുന്നു. ഓക്കെ, കൺട്രോൾ ഹോം. നമ്മളിതാ ഈ പാരഗ്രാഫിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. സൈസ് ഞാൻ കുറച്ചൊന്ന് കുറക്കുന്നു, എല്ലാ പാരഗ്രാഫിനും ഒരുമിച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, കൺട്രോൾ ഹോം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെ 2 പാരഗ്രാഫ് ആക്കുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, തൽക്കാലം ഇതിനെ വേറെ പാരഗ്രാഫ് ആക്കി. ഓക്കെ, ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് പഠിക്കാൻ പോവാണ്. എന്താണ് അലൈൻമെൻ്റ് അല്ല, ഇൻഡൻറ്റേഷൻ. എന്താ വീടിൻ്റെ പേരെന്താ? ഇൻഡൻറ്റേഷനാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഈ ഡിസ്റ്റൻസിനെയാണ്, ഇതാണ് നമ്മുടെ മാർജിൻ അല്ലേ. ഈ കാണുന്നതാണ് മാർജിൻ. ഇവിടുന്ന് ഇത്രയും ഇത് മാർജിൻ, ബാക്കിയുള്ളത് നമ്മുടെ ടെക്സ്റ്റ് കണ്ടൻറ്റ്. ഇത് ടെക്സ്റ്റ് കണ്ടൻറ്റ് അല്ലേ, ടെക്സ്റ്റ് കണ്ടൻറ്റ്. ഇത് ടെക്സ്റ്റ് കണ്ടൻറ്റ്. ഇത് ഇവിടുന്ന് ഈ ടെക്സ്റ്റ് കണ്ടൻറ്റ് ഇവിടുന്ന് ഇതുവരെയുള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് മാർജിൻ, ഇവിടുന്ന് ഇതുവരെയുള്ളത് റൈറ്റ് മാർജിൻ. ഓക്കെ, അപ്പോൾ നമ്മളെ ലെഫ്റ്റ് മാർജിനോട് ചേർന്നാണ് നമ്മളെ ടെക്സ്റ്റ് നിൽക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് മാർജിൻ കുറച്ച് അകലത്തേക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കാം. അങ്ങനെ നീക്കുന്നതിനെയാണ് ഇൻഡൻറ്റ് എന്ന് പറയുക. അതായത് ഞാൻ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തല്ലോ, ഞാൻ ഫോർമാറ്റ് പോയിട്ട് പാരഗ്രാഫ് എടുത്തു, ഫോർമാറ്റിലെ പാരഗ്രാഫ് എടുത്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഇൻഡൻറ്റ് ആൻഡ് സ്പേസിങ്. ഇതാ കുറേ ടാബുകളുണ്ടല്ലോ ഇതിനകത്ത്, കണ്ടോ? ടാബ്സ് കുറേ ഉണ്ട്. അതിനകത്ത് ഏത് ടാബാണ്? ഇൻഡൻറ്റ് ആൻഡ് സ്പേസിങ് ആണ് നമ്മൾ. എന്നിട്ട് ഇവിടെ കാണാം ഇൻഡൻറ്റ് എന്ന് കാണാം, കണ്ടല്ലോ.
ബിഫോർ ടെക്സ്റ്റ്, ആഫ്റ്റർ ടെക്സ്റ്റ്, ഫസ്റ്റ് ലൈൻ എന്നൊക്കെ ഉണ്ട്. ഞാൻ ഈ ബിഫോർ ടെക്സ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നത്, ഇവിടെ ഇഞ്ചസിലാണ് സ്പേസ്, ഇത് ഞാനൊന്ന് കൂട്ടിക്കൊന്നത് 2.5 ഇഞ്ച് ഞാൻ എന്ത് ചെയ്തു, പിന്നെ അതിനെ ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്ന് കൊടുത്തു. 2.5 ഇഞ്ചല്ല, അതൊരു മെഷർമെൻറ്റ് നോക്കണം CH എന്താണെന്ന്. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഈ ടെക്സ്റ്റ് ഇതായിരുന്നു ശരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് നമ്മളെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൻ്റെ ലെഫ്റ്റ് മാർജിൻ, ഈ ലെഫ്റ്റ് മാർജിന് ഇങ്ങോട്ട് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡൻറ്റ്. ലെഫ്റ്റ് മാർജിൻ അല്ലെങ്കിൽ മാർജിൻ, ലെഫ്റ്റോ റൈറ്റോ അവിടെ നിൽക്കട്ടെ, മാർജിനിൽ നിന്നും ടെക്സ്റ്റിലേക്കുള്ള ദൂരത്തെയാണ്, മാർജിനിൽ നിന്നും ടെക്സ്റ്റിലേക്കുള്ള ഈ അകലത്തെയാണ് നമ്മൾ ഇൻഡൻറ്റ് എന്ന് പറയുക. അത് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ആ അകലം നമുക്ക് മാർജിനിൽ നിന്നും ടെക്സ്റ്റിലേക്കുള്ള അകലം, ദാറ്റ് ഈസ് ദ ഇൻഡൻറ്റ്. ആ ഇൻഡൻറ്റ് പല രീതിയിൽ കൊടുക്കാം. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടൈപ്സ് ഓഫ് ഇൻഡൻറ്റ് നമുക്ക് പോസിറ്റീവ് ഇൻഡൻറ്റ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡൻറ്റ് ഉണ്ട്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് ഉണ്ട്, ഹാങ്ങിങ് ഇൻഡൻറ്റ് ഉണ്ട്. അതൊക്കെയാണ് പോസിറ്റീവ് ഇൻഡൻറ്റ്, നെഗറ്റീവ് ഇൻഡൻറ്റ്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, ഹാങ്ങിങ് ഇൻഡൻറ്റ്. ഇതേതാന്നൊക്കെ നോക്കാം. പോസിറ്റീവ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ഇൻഡൻറ്റ്? ദ ടെക്സ്റ്റ് ഈസ് പ്ലേസ്ഡ് എ ലിറ്റിൽ ഇൻവേർഡ് ഫ്രം ദ മാർജിൻ. ടെക്സ്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ, പിന്നെ മാർജിനിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് നീക്കുന്നു, മാർജിനിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ടെക്സ്റ്റിനെ നീക്കുന്നതിനെയാണ് പോസിറ്റീവ് ഇൻറ്റൻറ്റ്. അപ്പോൾ ഈ കാണുന്നത് പോസിറ്റീവ് ഇൻറ്റൻറ്റാണ്. ഇത് മാർജിനിൽ നിന്ന് ടെക്സ്റ്റിനെ കുറച്ച് ഉള്ളിലേക്ക് നീക്കി. ഇനി ഇത് പഴയ രീതി എങ്ങനെയാണ്, കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു പഴയ രീതി. ഞാൻ കൺട്രോൾ വൈ അടിക്കുകയാണേ. അപ്പോൾ കണ്ടോ, ഇതാണ് ഈ ഇൻറ്റൻറ്റ്. കൺട്രോൾ ഇസഡ് അടിക്കുമ്പം പഴയ രീതിയിൽ കൺട്രോൾ വൈ വരുമ്പോൾ അതിനെ നമുക്ക് ക്യാൻസൽ ആയി. കൺട്രോൾ ഇസഡ്, കൺട്രോൾ വൈ, കൺട്രോൾ ഇസഡ്, കൺട്രോൾ വൈ. ഓർമ്മയുണ്ടല്ലോ, കൺട്രോൾ ഇസഡ് അൺഡു റീഡ്. സോ ഈ ഡിസ്റ്റൻസ് ആണ്, ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ് ഇൻറ്റൻറ്റ്. അത് വേണമെങ്കിൽ നമുക്ക് എത്രയും കൂട്ടി കൊടുക്കാം. ഇവിടെ വന്നിട്ട് എവിടെ പോയിട്ട് പാരഗ്രാഫ് പോയിട്ട് ഫോർമാറ്റിലെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോസിറ്റീവ് ഇൻറ്റൻറ്റ് കൂട്ടി കൊടുത്താൽ ഉണ്ടോ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഇത്ര ദൂരത്തേക്ക് ഇങ്ങനെ വരും. ഇത് പോസിറ്റീവ് ഇൻറ്റൻ്റ് ആണ്. അതായത് പാരഗ്രാഫിൽ നിന്നും ടെക്സ്റ്റ് ഇൻവാർഡിലേക്ക് മൂവ് ചെയ്തു, ഉള്ളിലേക്ക് മൂവ് ചെയ്തു. ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് മൂവ് ചെയ്തു. എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ദ ടെക്സ്റ്റ് ഈസ് പ്ലേസ്ഡ് എ ലിറ്റിൽ ഇൻവാർഡ് ഫ്രം ദ മാർജിൻ നിന്ന് ഉള്ളിലേക്ക് ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയാം. പോസിറ്റീവ് ഇൻറ്റൻറ്റ്. മറ്റൊന്നാണ് എന്ത്, നെഗറ്റീവ് ഇൻറ്റൻറ്റ്. എന്താ നെഗറ്റീവ് ഇൻറ്റൻറ്റ്? നെഗറ്റീവ് ഇൻറ്റൻറ്റ് പറയുന്നത് നോക്ക്, ദ ടെക്സ്റ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഔട്ട്വാർഡ് ഫ്രം ദ മാർജിനിൽ നിന്നും പുറത്തേക്ക്. നേരത്തെ മാർജിനിൽ നിന്ന് ഉള്ളിലേക്കാണല്ലോ നമ്മൾ നീക്കിയത് അല്ലേ, ഇത് മാർജിനിൽ ഉള്ളിലേക്കാണ് നീക്കിയത്. മാർജിനിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് മാർജിനിൽ പുറത്തേക്ക് കിടക്കാം. അതെങ്ങനെ കൊടുക്കുക നോക്കുക, അത് പഴയ രീതിയിലേക്കാണ്. കൺട്രോൾ ബൈ, ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും പിന്നെ പാരഗ്രാഫ് പോകുന്നു, ടെക്സ്റ്റ് പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്തു അറിയോ, ഈ ബിഫോർ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ മൈനസ് ആക്കി. കണ്ടോ, ഇപ്പോൾ ഇനി മൈനസ് ആക്കണ്ടോ, -2 പിന്നെ CH ആണ്ട് മൂവ് ചെയ്തു. അപ്പോൾ നോക്കിക്കോ, കണ്ടോ, ഇത് മാർജിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, മാർജിനിൽ നിന്ന് പുറത്ത് ചാടി അല്ലേ, മാർജിനിലേക്ക് കടന്നു കയറി എന്ന് പറയുക വേണമെങ്കിൽ. ടെക്സ്റ്റ് മാർജിനിലേക്ക് കടന്ന്, ഇത് നെഗറ്റീവ് ഇൻറ്റൻറ്റ്. അത് മാർജിനിലേക്ക് കടന്ന് കയറാൻ നമ്മൾ നെഗറ്റീവ് ഇൻറ്റൻറ്റാണ്. മാർജിനിൽ നിന്ന് ഉള്ളിലേക്ക് പോകാൻ പോസിറ്റീവ് ഇൻറ്റൻറ്റ് കൊടുക്കുമ്പോൾ മാർജിനിലേക്ക് കടന്ന് കയറിയിട്ട് പിന്നെ പിന്നെ പാരഗ്രാഫിനെ പ്ലേസ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്, നെഗറ്റീവ് ഇൻറ്റൻറ്റ്. ചില സമയത്ത് റെയറായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കും, മറ്റൊരു സംഭവമാണ്, ഇപ്പോൾ 2 ഇൻറ്റൻറ്റ് പഠിച്ചു, പോസിറ്റീവ് ഇൻറ്റൻറ്റ് പഠിച്ചു, നെഗറ്റീവ് ഇൻറ്റൻറ്റ് പഠിച്ചു അല്ലേ. പോസിറ്റീവ് ഇൻറ്റൻറ്റ് പഠിച്ചു, നെഗറ്റീവ് ഇൻറ്റൻറ്റ് പഠിച്ചു. മറ്റൊന്നാണ് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്. ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ സെലക്റ്റഡ് പാരഗ്രാഫ് ഈസ് പ്ലേസ്ഡ് എ ലിറ്റിൽ ഇൻവാർഡ് ഫ്രം ദ മാർജിൻ. ഇത് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന പോസിറ്റീവ് ഇൻറ്റൻറ്റിനെ പോലെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സാധാരണ രീതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു, ഇതിനെ 0 ആക്കുന്നു. 0 ആക്കിയാൽ എന്താണ്, പാരഗ്രാഫിനോട് ചേർന്ന് നിൽക്കും അല്ലേ. ഓപ്പോസിറ്റ് ഞാനത് 0 ആക്കുകയാണ്, 0 ആയി. ഇപ്പോൾ പാരഗ്രാഫിനോട് മാർജിനോട് ചേർന്ന് നിൽക്കും, പാരഗ്രാഫ് മാർജിനോട് ചേർന്ന് നിൽക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റാണ്. എന്ത് ചെയ്യണമെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, പാരഗ്രാഫ് പോയി, ഫോർമാറ്റിൽ പോയി ഓക്കെ, പാരഗ്രാഫ് എടുത്തു, ശരിയല്ലേ. ഇനി എന്ത് ചെയ്യാണ്, ഞാനിത് അവിടെ ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് കണ്ടോ, ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്, അതൊന്ന് കൂട്ടി കൊടുത്തു. അത് മാത്രം ഞാൻ 2CH കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു, ഒന്നാമത്തെ ലൈന് മാത്രം കണ്ടോ
അല്ല, ഇത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ലൈന് മാത്രം കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക്, ഇൻവാർഡ് ഫ്രം ദ മാർജിൻ. ടെക്സ്റ്റ് ഈസ് മൂവ്ഡ് ഇൻവാർഡ് ഫ്രം ദ മാർജിൻ. ടെക്സ്റ്റ് പിന്നെ ഉള്ളിലേക്ക് നീക്കി. പക്ഷേ ഏത് ടെക്സ്റ്റാണ് നീക്കിയുള്ളൂ? പാരഗ്രാഫ് മൊത്തം നീക്കിയോ? ഇല്ല. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈന് പാരഗ്രാഫൊന്നും ഉള്ളിലേക്ക് നീക്കി വെക്കുന്നതിനെയാണ് ടെക്സ്റ്റ് ഈസ് മൂവ്ഡ് ഇൻവാർഡ് ഫ്രം ദ മാർജിൻ ബട്ട് ഓൺലി ദ ഫസ്റ്റ് ലൈൻ. ഒന്നാമത്തെ ലൈൻ മാത്രം ഉള്ളിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നതിനെയാണ്, നീക്കി വെക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് എന്ന് പറയും. ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് അല്ലേ. ഇനി മറ്റൊരു ഇൻറ്റൻ്റാണ് എന്ത്? ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. എന്താണ് ഹാങ്ങിങ് ഇൻറ്റൻറ്റ്? ഓൺലി ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ടെക്സ്റ്റ് സെലക്റ്റഡ് ടെക്സ്റ്റ് പാരഗ്രാഫ് ഈസ് പ്ലേസ്ഡ് ലിറ്റിൽ ഔട്ട്വാർഡ് ഫ്രം ദ മാർജിൻ. ഹാങ്ങിങ് ഇൻറ്റൻറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഇൻറ്റൻറ്റ് പെട്ടതാണ്. ഹാങ്ങിങ് ഇൻറ്റൻറ്റ് നെഗറ്റീവ് ഇൻറ്റൻറ്റ് പെട്ടതാണ്. പക്ഷേ അതിൽ ഫസ്റ്റ് ലൈൻ മാത്രമാണ് പാരഗ്രാഫ് മാർജിൻ കടന്ന് കയറിയുള്ളൂ. ഫസ്റ്റ് ലൈൻ മാത്രമാണ് മാർജിൻ കടന്ന് കയറിയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻ്റാണ്. ഇത് പിന്നെ നമ്മുടെ പോസിറ്റീവ് ഇൻറ്റൻറ്റിന് തുല്യമാണ്. പക്ഷേ ഫസ്റ്റ് ലൈൻ മാത്രമേ ഉള്ളിലേക്ക് കടന്ന് കയറുക, ഉള്ളിലേക്ക് പോവുക. പക്ഷേ പിന്നെ നെഗറ്റീവ് ഇൻറ്റൻറ്റിന് തുല്യമാണ് ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. ഇത് ഫസ്റ്റ് ലൈൻ മാത്രം മാർജിനിലേക്ക് കടന്ന് കയറും. നോക്കുക, നമ്മൾ ഫോർമാറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാരഗ്രാഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ 0 ആക്കി. ഫസ്റ്റ് ലൈൻ വേണ്ട. ഫസ്റ്റ് ലൈനിന് ഞാൻ നെഗറ്റീവ് വാല്യൂ കൊടുത്തു. കണ്ടോ? നെഗറ്റീവ് വാല്യൂ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഈ ഫസ്റ്റ് ലൈൻ മാത്രം എന്ത് സംഭവിച്ചു? പാരഗ്രാഫിലേക്ക് കടന്നു കയറി അല്ലേ. ബാക്കിയൊക്കെ മാർജിനോട് ചേർന്ന് നിന്നു. ഫസ്റ്റ് ലൈൻ മാത്രം. ഇതാണ് ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. ഇതിങ്ങനെ ഫസ്റ്റ് ലൈനിൽ നിന്ന് തൂക്കിയിട്ട പോലെയില്ല, ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. ദിസ് ഇസ് ഹാങ്ങിങ് ഇൻറ്റൻറ്റ്. അപ്പോൾ നമുക്ക് പിന്നെ എല്ലാ ഇൻറ്റൻറ്റും മനസ്സിലായി അല്ലേ. ഇവിടെ പോകണം? ഫോർമാറ്റ് പോകണം, പാരഗ്രാഫ് പോകണം, ഇൻറ്റൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ള ഇവിടെ വന്നിട്ട് എല്ലാം 0 ആക്കിയിട്ടാൽ പാരഗ്രാഫിനോട് ചേർന്ന് നിൽക്കും. ഒരു ഇൻറ്റൻറ്റും ഇല്ല. ഇനി പോസിറ്റീവ് ഇൻറ്റൻ്റ് ആണെങ്കിൽ ഫോർമാറ്റ് പോയിട്ട് പാരഗ്രാഫ് ചെന്നിട്ട് ബിഫോർ ടെക്സ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക? കൂട്ടി കൊടുത്താൽ പോസിറ്റീവ് ഇൻറ്റൻറ്റ് വരും അല്ലേ. ഇനി അതല്ല, ഫോർമാറ്റ് പോയിട്ട് പാരഗ്രാഫ് ചെന്നിട്ട് നമ്മൾ പിന്നെ ഇതിന് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ ഇത് നെഗറ്റീവ് ഇൻറ്റൻറ്റ് വരും. കണ്ടോ? ഇനി ഫോർമാറ്റ് പോയിട്ട് പാരഗ്രാഫ് പോയിട്ട് ഇത് പോസിറ്റീവ് തന്നെയാക്കി, ഇത് 0 തന്നെയാക്കി, ഫസ്റ്റ് ലൈൻ കൂട്ടി കൊടുത്താൽ, പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ ഇതിന് നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് എന്ന് പറയും. ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്. ഇതേ സംഭവം തന്നെ പാരഗ്രാഫ് പോയിട്ട് നമ്മളിതിൻ്റെ വാല്യൂ ഫസ്റ്റ് ലൈന് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഹാങ്ങിങ് ഇൻറ്റൻറ്റ് എന്ന് പറയും. റെഡിയാണല്ലോ? ഓക്കെ. ഇനി ഒരു വാല്യൂ ഇല്ലെങ്കിൽ എല്ലാം 0 ആണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവട്ടോ. ഇതെല്ലാം 0 ആണെങ്കിൽ ഒരു ഇൻറ്റൻറ്റും ഇല്ല, ഇൻറ്റൻറ്റ് ഒന്നുമില്ല. ഓക്കെ, ഡൺ. സോ ദാറ്റ് ഈസ് ഡൺ. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഇൻറ്റൻറ്റ്സ് പഠിച്ചു, പാരഗ്രാഫിൻ്റെ ഇൻറ്റൻറ്റേഷൻ പഠിച്ചു. ഇൻറ്റൻറ്റ്, ടൈപ്സ് ഓഫ് ഇൻറ്റൻറ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, പോസിറ്റീവ് ഇൻറ്റൻറ്റ്, നെഗറ്റീവ് ഇൻറ്റൻറ്റ്, ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്, ഹാങ്ങിങ് ഇൻറ്റൻറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ഇത് ഉപയോഗിക്കുന്ന ഇത് എവിടെ വെച്ചാൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻറ്റൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ള ടാബില്ലേ, അതപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ടാബിനെയാണ് നമ്മൾ എന്താ പറയുക. അപ്പോൾ ഫോർമാറ്റിലെ പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന മൊത്തം ഒരു ഡയലോഗ് ബോക്സാണ്. ഇതിനകത്ത് കുറേ പിന്നെ ടാബുകളുണ്ട്. ടെക്സ്റ്റ് ഫ്ലോ, ഏഷ്യൻ, ടൈപ്പോഗ്രഫി, ഏരിയ, ടെക്സ്റ്റ് ഫ്ലോ, അങ്ങനെ അതിലൊരു പിന്നെ ടാബായ ഇൻറ്റൻറ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ള ടാബിലാണ് ഇത് നമ്മൾ ചെയ്യുന്നതെന്നാണ് ആ പോയിന്റിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇൻറ്റൻറ്റ് ആൻഡ് സ്പേസിങ്ങിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ഇൻറ്റൻറ്റും നെഗറ്റീവ് ഇൻറ്റൻറ്റും ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റും ഹാങ്ങിങ് ഇൻറ്റൻറ്റും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇൻറ്റൻറ്റ് ആൻഡ് സ്പേസിംഗ് ടാബ് ഓഫ് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഇസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. സോ നമ്മൾ പാരഗ്രാഫിൻ്റെ ഇൻറ്റൻറ്റ് കഴിഞ്ഞു, അലൈൻമെൻറ്റ് പറഞ്ഞു അല്ലേ, ഇൻറ്റൻറ്റ് പറഞ്ഞു. അലൈൻമെൻറ്റ് പറഞ്ഞാൽ ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ അല്ലേ, ജസ്റ്റിഫൈഡ് ഒക്കെ ആയിട്ട് ചെയ്യാം.
പിന്നെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മാർജിനും പാരഗ്രാഫും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുക. അത് പോസിറ്റീവ് ഇൻറ്റൻറ്റ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റൻറ്റ് ഉണ്ട്, ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ് ഉണ്ട്, അതുപോലെ ഹാങ്ങിങ് ഇൻറ്റൻറ്റ് ഉണ്ട്. ഓക്കെ, നൗ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ളൊരു ഫീച്ചറാണ്. ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ എന്താണ്? ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ ഇൻക്രീസ് ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഇൻ എ പാരഗ്രാഫ് ഈസ് ഒരു ഡോക്യുമെൻ്റ് ഈസ് കാൾഡ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ അക്ഷരത്തെ, ഇപ്പോൾ ഈ ജെ എന്നുള്ള ഈ പാരഗ്രാഫിലെ ആദ്യത്തെ അക്ഷരം ഏതാ? ജെ. ഈ അക്ഷരത്തിൻ്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കുക. നോക്കിക്കോ, അതിനെന്താ ചെയ്യേണ്ടത്? ഏത് അക്ഷരമാണോ ഹൈറ്റ് കൂട്ടേണ്ടത് ആ അക്ഷരം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റിലെ പാരഗ്രാഫ് പോവുക. അപ്പോൾ ഈ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് വരും. ഇതാണ് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സംഭവം കാണാം. എന്താണ്? ഡ്രോപ്പ് ക്യാപ്പ് എന്നുള്ള ഒരു ടാബ് കാണാം. ടാബിൻ്റെ അടുത്ത് ഡ്രോപ്പ് ക്യാപ്സ്. ഈ ഡ്രോപ്പ് ക്യാപ്സിൽ ഡിസ്പ്ലേ ഡ്രോപ്പ് ക്യാപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവം കാണാൻ പറ്റും. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടർ മാത്രം. നമ്മൾ ഈ ജെ നേരത്തെ സെലക്ട് ചെയ്തില്ലേ, ആ ജെ മാത്രം ഇവിടെ കണ്ടോ എത്ര ലൈനിൽ കയറ്റണം, ഹൈറ്റ് കൊടുക്കണം? 3 ലൈനിൻ്റെ ഹൈറ്റ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ ബട്ടൺ താഴെയുണ്ട്, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ കണ്ടോ ജെ മാത്രം എന്തായി? 3 ലൈനിൻ്റെ ഹൈറ്റിലേക്ക് വന്നു. ഇതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുക. സാധാരണഗതിയിൽ ഒരു ക്യാരക്ടർ മാത്രം കൊടുക്കരുത്. എന്താണ് ഒരു ഡ്രോപ്പ് ക്യാപ്പ്? ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ ലൈനിൻ്റെ ആദ്യത്തെ വേർഡിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനെയാണ്. ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനെയാണ് ഡ്രോപ്പ് ക്യാപ്പ്. ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് എ പാരഗ്രാഫ്, ഇറ്റ്സ് ഹൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദാറ്റ് ഫീച്ചർ ഈസ് കോൾഡ് ഡ്രോപ്പ് ക്യാപ്പ്. ഒന്നുമില്ലാത്തേ ഉള്ളൂ, ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ ലൈനിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനെയാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുക. അപ്പോൾ നമ്മളിത് ഇവിടെ കൂട്ടി, എത്ര വേണമെങ്കിലും കൂട്ടട്ടോ. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തിരിക്കുന്നത്? പിന്നെ ഹൈറ്റ് 3 എന്ന് കൊടുത്തപ്പോൾ 3 ലൈനിലേക്ക് വന്നു. വീണ്ടും നമ്മളിതിൻ്റെ ഇവിടെ പോയിട്ട് ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ ഇപ്പോൾ 3 ലൈന് പകരം ഞാൻ 4 ലൈൻ കൊടുത്തു. അപ്പോൾ എന്ത് വരും? എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ 4 ലൈനിൻ്റെ ഹൈറ്റിലേക്ക് അത് വന്നു. അപ്പോൾ കണ്ടോ ജെ എന്നുള്ളത് 1 2 3 4 ലൈനിൻ്റെ ഹൈറ്റ് എടുത്തു. ഇനി ജെ മാത്രമേ പറ്റുള്ളൂ അല്ല, നമുക്ക് വേണമെങ്കിൽ ജെയും ഓയും രണ്ടും കൂടെ പിന്നെ ഒരുമിച്ച് ഡ്രോപ്പ് ക്യാപ്പ് ആക്കാം. അപ്പോൾ പാരഗ്രാഫ് പോകുക എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പം 2 മതിയെങ്കിൽ 2 ആക്കുക. ഇനി 3 വേണമെങ്കിൽ 3 ആക്കാം കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ ജെ വന്നില്ല അല്ലേ, ഓ വന്നില്ല അല്ലേ, ഒന്നുകൂടെ ചെയ്യട്ടെ. ഞാൻ ജെയും ഓയും ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് പോയി, പാരഗ്രാഫ് പോയി, ഇവിടെ ഡിസ്പ്ലേ ഡ്രോപ്പ് ക്യാപ്പിൽ വന്നു. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്നുള്ളിടത്ത് 2 എന്ന് കൊടുക്കണം. 2 എന്ന് കൊടുക്കുക. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 2. എത്ര ലൈന്? 3 കേട്ടോ. അപ്പോൾ എന്ത് വരും? ജെയും ഇപ്പോൾ 2 ഇത് വന്നു. ഇനി അതല്ല, ഒരു വേർഡ് മൊത്തം വേണമെങ്കിലും അതും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹോൾ വേർഡ് കൊടുത്താൽ ജേർണലിസം എന്നുള്ള വേർഡ് മൊത്തം എന്താവും? ഡ്രോപ്പ് ക്യാപ്പാവും. ഹോൾ വേർഡ് എന്ന് കൊടുത്താൽ കണ്ടോ ജേർണലിസം ഈസ് എന്നുള്ളതിന് കൂടെ ഞാൻ കൊടുത്തുകൊണ്ട് സംഭവിച്ചു ജേർണലിസം. ഓക്കെ, ആ വേർഡ് മൊത്തം. സോ ദിസ് ഫീച്ചർ ഈസ് കോൾഡ് ഡ്രോപ്പ് ക്യാപ്പ്. നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ ലൈനിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതിനെയാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുക. ഇത് പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിലാണുള്ളത് ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ. വേണമെങ്കിൽ നമുക്കൊരു വേർഡ് മൊത്തം ആക്കാം, ഒന്നിലധികം ക്യാരക്ടറിൻ്റെ ഹൈറ്റ് കൂട്ടാം, ഒരു വേർഡിൻ്റെ മൊത്തം ഹൈറ്റ് കൂട്ടാം. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാരഗ്രാഫിലെ ആദ്യത്തെ ലൈനിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. സാധാരണ ഒരു എസ്സേ ഒക്കെ ആണെങ്കിൽ ഇപ്പം പിന്നെ പേപ്പറുകളിലൊക്കെ ഒക്കെ ഇട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ ലെറ്റർ മാത്രം ചെയ്യുക. ചിലരെന്ത് ചെയ്യും? ഓരോ പുതിയ ടോപ്പിക്ക് വരുമ്പോഴും അവിടെ പുതിയ ഫസ്റ്റ് ലെറ്ററിന് ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കും. സോ ദിസ് ഫീച്ചർ ഈസ് കോൾഡ് എന്ത്? ഈ ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ എന്ന് പറയുന്നത്. ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ. ഓക്കെ, സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പോവുക, പാരഗ്രാഫ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഡിസ്പ്ലേ ഡ്രോപ്പ് ക്യാപ്പ് ടാബ് എടുക്കുക. എത്ര ക്യാരക്ടറാണോ എത്ര ലൈനാണോ വേണ്ടത്? 2 ലൈൻ മതിയെങ്കിൽ 2 ലൈനിൻ്റെ ഹൈറ്റ് ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഡ്രോപ്പ് ക്യാപ്പ് ഫീച്ചർ. ഇനി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്നാണ് പറഞ്ഞത്. ഏത് ക്യാരക്ടറാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഗോ ടു ഡ്രോപ്പ് ക്യാപ്പ് ടാബ് ഓഫ് പാരഗ്രാഫ് ഡയലോഗ് ബോക്സിൽ എവിടെ പോകണം? ഡ്രോപ്പ് ക്യാപ്സ് ടാബിൽ പോകണം.
എത്ര നമ്പറാണോ വേണ്ടത് പറയുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊവൈഡ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. എത്ര ക്യാരക്ടറാണ്? ഇപ്പോൾ ജേർണലിസത്തിൻ്റെ JO വേണമെങ്കിൽ 2 എന്ന് കൊടുക്കണം, JOU എന്ന് വേണമെങ്കിൽ 3 എന്ന് കൊടുക്കണം, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഹൈറ്റ് എത്ര വേണമെന്ന് പറയാം, 1ഓ 2ഓ 3ഓ എത്ര ലൈനാണ് വേണ്ടി അതും പറയാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്പ് ക്യാപ് ഫീച്ചറായി. ഇനി ബുള്ളറ്റ് ആൻഡ് നമ്പറിങ് എന്നുള്ളതാണ്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്നുള്ളത് to create a bulleted list of or numbered listോ bulleted listോ ക്രിയേറ്റ് ചെയ്യാനാണ് ബുള്ളറ്റഡ് ആൻഡ് നമ്പറിങ് യൂസ് ചെയ്യുക. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാരഗ്രാഫ് ഫോർമാറ്റ് തന്നെ. പാരഗ്രാഫ് ഫോർമാറ്റ് പോയിട്ട് നമ്മൾ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കൊടുക്കുക. പാരഗ്രാഫ് ഇപ്പോൾ ഫോർമാറ്റ് മെനുവിലെ പാരഗ്രാഫ് സബ് മെനുവിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് എന്നുള്ള ടാബിലാണ് ഇത് ചെയ്യേണ്ടത്. ഫോർമാറ്റ് മെനുവിലെ പാരഗ്രാഫ് മെനുവിൽ പോയിട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ആണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ. ഉദാഹരണമായിട്ട് എനിക്കിവിടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വേണം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഇപ്പോൾ നമ്മൾ അയൽ രാജ്യങ്ങളും ഇന്ത്യയും ഇവിടെ അയൽ രാജ്യം ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അല്ലേ, ഭൂട്ടാൻ, മ്യാൻമർ എന്നൊക്കെയുള്ള. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. എത്ര ഐറ്റം ഉണ്ടോ അത്ര ഐറ്റം ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടോ ഇവിടെ പോവാം, ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് പോയിട്ട് ഇത് കൊടുത്താൽ ഇങ്ങനെ ബുള്ളറ്റഡ് ആയിട്ട് കാണിക്കും. ഇനി അതല്ല അതിൻ്റെ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇങ്ങനെയാക്കാം, അല്ലേ, ഇങ്ങനെ. ദിസ് ഈസ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ഇതിപ്പോൾ നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതാ ഇവിടെ വന്നിട്ട് ഈ 1 2 3 ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ റോമൻ ലെറ്റേഴ്സ് കൊടുക്കാം, അല്ലേ. ഇനി അതല്ല വേണമെങ്കിൽ ഫോർമാറ്റ് പോയിട്ട് പാരഗ്രാഫിന് തൊട്ട് താഴെ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ഉണ്ട്. ഇനി പാരഗ്രാഫ് പോയാലും ആ സംഭവം ഉണ്ടാവും കേട്ടോ. പാരഗ്രാഫ് പോയാൽ ഔട്ട്ലൈൻ ആൻഡ് നമ്പറിങ് എന്ന് പറഞ്ഞിട്ട് ലെവൽ 1 ലെവൽ 2 പറഞ്ഞിട്ട് അങ്ങനെ നമ്പറിങ് ഒക്കെ ഉണ്ട്. ബുള്ളറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കുക. അതിന് പകരം എളുപ്പമുള്ള മാർഗം ഇവിടെ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോർമാറ്റിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ഇതെടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കാം. ഏതാണോ വേണ്ടത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കൊടുക്കാം. ഫോർമാറ്റ് മെനുവിൽ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കണ്ടോ. അതിന് നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവിടെ നമ്പേർഡ് എന്ന് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്പർ കാണിക്കും. ഇനി ഇമേജസ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇങ്ങനെയുള്ള ഇമേജസ് ഒക്കെ സ്റ്റാർ ഈ കളറൊക്കെ വരണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് വാട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ഓക്കെ, സോ വി ഹാവ് കവർഡ്. അതിൻ്റെ ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടൈപ്പ് ചെയ്യുക, സെലക്ട് ദ ഐറ്റം. ആ ടൈപ്പ് ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഗോ ടു ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ടാബ്, സെലക്ട് ഏത് സ്റ്റൈൽ നമ്പറാണോ വേണ്ടിയോ അല്ലെങ്കിൽ ബുള്ളറ്റ് ആണോ അത് സെലക്ട് ചെയ്യുക. അതായത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. നമുക്കിവിടെ പിന്നെ കേരള, തമിഴ്നാട്, കർണാടക ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഐറ്റംസ് ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ബുള്ളറ്റ്സ് വേണമെങ്കിൽ ബുള്ളറ്റിൽ പോവാം, അല്ലേ. അല്ലെങ്കിൽ നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്പറിൽ പോവാം. ഡൺ. സോ ദിസ് ഇസ് വാട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് ഡിസ്കസ് ചെയ്തു, അല്ലേ. പാരഗ്രാഫ് ഫോർമാറ്റിങ് കംപ്ലീറ്റ് ആയി, അല്ലേ. ഫോർമാറ്റ് മെനുവിൽ പാരഗ്രാഫ് ഫോർമാറ്റിൽ നമ്മൾ പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്തു, ഇൻഡൻറ്റേഷൻ ചേഞ്ച്, പിന്നെ പലതും പഠിച്ചു. ലെഫ്റ്റ് ഇൻഡൻറ്റ്, റൈറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡൻറ്റ്, നെഗറ്റീവ് ഇൻഡൻറ്റ്, ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, ഹാങ്ങിങ് ഇൻഡൻറ്റ് പഠിച്ചു. ഡ്രോപ്പ് ക്യാപ് ഫീച്ചർ, അതായത് ഒരു പാരഗ്രാഫിൽ ആദ്യത്തെ ലൈൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത്. മറ്റൊന്നാണ് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്, അതും പഠിച്ചു. അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേജ് ഫോർമാറ്റിംഗ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു സെഷനോട് കൂടി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തട്ടെ. സ്നേഹപൂർവ്വം, നൗഷാദ് റഹീം.